ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിത് ഇവിടെ കട്ടപ്പനയിൽ തോട്ടത്തിലുണ്ടായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് പോകുന്ന വഴിക്ക് ആണ് നമ്മുടെ അയ്യപ്പൻ കോയിൽ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നറിഞ്ഞു. അപ്പോൾ എന്തായാലും ഒന്ന് കയറി കാണാമെന്ന് ഓർത്തു. ഇവിടെ ഒരു 3:30 ആയപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പം അത്യാവശ്യം സൂര്യൻ ഇരുട്ടുന്നിറം വരെയുള്ള ടൈം നമുക്കുണ്ട്. അതിന് മുന്നേ നമുക്ക് എന്തായാലും അയ്യപ്പൻ കോയിൽ ഹാങ്ങിങ് ബ്രിഡ്ജ് ഒന്ന് കാണാം. നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട് അവിടെ വെള്ളം ഇറങ്ങുന്നതും കയറുന്നതിനൊക്കെ പറ്റി. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഹാങ്ങിങ് ബ്രിഡ്ജാണ് കേട്ടിരിക്കുന്നത്. അപ്പം നമുക്കതൊന്ന് കണ്ടിട്ട് പോകാം. ഇതാ കൂടെ ജാക്സനും ഉണ്ട്. പോകുന്ന വഴിയത് ഇവിടെ കണ്ടോ, ഇതും എനിക്ക് തോന്നുന്നു അയ്യപ്പൻ കോവിൽ നമ്മളാ കാണാൻ പോകുന്ന ബ്രിഡ്ജിനടിയിലത്തെ ആ ഒരു ഡാമിലെ വെള്ളം ഇറങ്ങി കിടക്കുന്നതാണെന്ന് തോന്നുന്നത്. എനിവേ നല്ല രസമുണ്ട് കേട്ടോ. ഒരു സ്ഥലങ്ങൾ മൊത്തത്തിൽ ഒരു പഴയ വില്ലേജ് എല്ലാം ഭയങ്കര ഭംഗിയാട്ടോ. ഇതാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡ്. സ്ഥലങ്ങൾ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഏരിയയിലെല്ലാം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ കുട്ടിക്കാനം ടു കട്ടപ്പന റോഡ് ഡെവലപ്മെൻറ്റാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു ഏരിയയിൽ നമ്മൾ പലതവണ ഇതിലെല്ലാം വണ്ടിയെ പോകുമ്പോൾ കേട്ടിട്ടുണ്ട് ഡാമിലെ വെള്ളം ഇങ്ങോട്ടേക്ക് ഇറങ്ങി കിടക്കും. അപ്പോൾ ഇതിനടുത്തുള്ള തൂക്കുപാലം, ആ ഹാങ്ങിങ് ബ്രിഡ്ജ്, അവിടെ പോയി നിന്നാൽ നമുക്ക് നല്ലോണം വ്യൂ കാണാം എന്നൊക്കെ. അതുപോലെ നമ്മൾ ആദ്യം വരുമ്പോഴല്ലോ ഈ കാണുന്ന വെള്ളം കണ്ടോ, ഒട്ടുമില്ലായിരുന്നു, ഇവിടെ വറ്റിക്കിടക്കുമായിരുന്നു. അപ്പോൾ ഇതിലേക്ക് വെള്ളം വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം തോന്നുന്നില്ല, കാരണം ഇതുപോലെ തരിശായിട്ടായിരുന്നു കിടന്നിരുന്നത്. പിന്നെ ഡാമിൽ വെള്ളം നിറയുന്നതനുസരിച്ച് ആ വെള്ളം ഇങ്ങോട്ടേക്ക് കയറുകയാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കാണാൻ തന്നെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പോൾ ഗൈസ് നമ്മളിത് ഇങ്ങനെ മാട്ടുക്കട്ട എത്തിയിരിക്കുകയാണ്. മാട്ടുക്കട്ട ജംഗ്ഷൻ, ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ശരിക്കും ആദ്യമേ അങ്ങനെയായിരുന്നു കേട്ടോ റോഡ് വികസനം വന്നു. അവിടെ റോഡ് വീതി കൂട്ടി, അതുപോലെ റോഡിൻ്റെ ഹൈറ്റും കൂട്ടിയിട്ടുണ്ട്. എത്ര റോഡ് കൂട്ടിയിട്ടുണ്ട്. അതായത് ഇതായിരുന്നു ആദ്യത്തെ റോഡ്. നമ്മൾ ഇതിലിങ്ങനെ വന്നിട്ടുണ്ടോ, പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം, അയ്യപ്പൻ കോയിൽ ഇടുക്കി, ഈ റോഡാണ് നമ്മൾ കയറി പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച അമ്പലത്തിൻ്റെ ബോർഡ് വെച്ച ആ ഒരു എൻട്രൻസ് ഈ റോഡിൽ നമ്മൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ പോകണം. അപ്പോൾ ഗൈസ് നമ്മളിത് ഈ റോഡേ വന്ന് റോഡിൻ്റെ എത്തിയെന്നാണ് നമ്മുടെ ഒരു നിഗമനം. കാരണം ഇവിടെ കുറച്ച് വെള്ളമൊക്കെ കാണാം. ഇത് തന്നെ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിത് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതാ ഈ കാണുന്നതാണ് അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ്. സംഭവം കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഈവനിങ് ആയിട്ട് കിളികളുണ്ട്, വെള്ളം എല്ലാമായിട്ട് അടിപൊളിയാണ് ഗൈസ്. അപ്പോഴേ നമ്മളിങ്ങനെ ഈ ഒരു റിവർ ലക്ഷ്യമാക്കി ആദ്യം നടക്കുകയാണ് കേട്ടോ. അവിടെ അതുപോലെ കുറേ മീൻ പിടിക്കുന്ന ചേട്ടന്മാരെ കാണാം. ഇതേക്കണ്ടില്ലേ, ചേട്ടന്മാർ ഭയങ്കര മീൻ പിടുത്തമാണ്. മീനുകൾ എന്തെങ്കിലും കിട്ടിയോണ്ടോ നോക്കാം നമുക്ക്. അത് ഈ ഒരു സൈഡ് അടിപൊളിയായിട്ട് ഇതുണ്ടോ, നമ്മുടെ മുള ഒരു തുരുത്ത് പോയത് കൊള്ളാം കേട്ടോ. ഇതിന് ഒത്തിരി വഴികൾ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ലേ, അല്ലാതെ വേറെ പിക്കപ്പൊക്കെ അവിടെ കിടക്കുന്നവർ പല വഴി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിത് ഈ ഒരു റിവറിനടിയിലെത്തിയിരിക്കുകയാണ്. ഇതാണിപ്പോൾ നമ്മൾ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നാണ് നമ്മൾ അറിഞ്ഞത്. സത്യം എന്താണെന്ന് നമുക്കറിയില്ല, ആയിരിക്കാനും ചാൻസ് ഉണ്ട്, കാരണം ഓൾമോസ്റ്റ് നല്ല നീളമുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത്ര ഉണ്ട്. പിന്നെ നദിയിൽ വെള്ളം കുറവാണെന്ന് തോന്നുന്നു, കാരണം ഇതിൽ ഒത്തിരി നിറച്ചും വെള്ളം കിടക്കുന്നത്. പിന്നെ ഈ ബോട്ട്, ഈ ചേട്ടന്മാർ നമ്മളെ ബോട്ടിങ്ങിന് വിളിക്കുന്നുണ്ട്, നമ്മൾ കയറിയില്ല. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ബോട്ടും സർവീസ് ലഭിക്കും. പിന്നെ ഇതിനല്ലേ മീൻപിടുത്തക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ അടുത്ത് ഈ പാലത്തിലൊന്ന് കയറി നോക്കാം. അപ്പോൾ നമ്മളിവിടെ വന്നു. ഇവിടാണ് ഈ പാലത്തേക്കുള്ള എൻട്രി. കുറച്ച് ബോർഡുണ്ട്. പിന്നെ ഇതെന്തോ കംഫർട്ട് സ്റ്റേഷനാണെന്ന് തോന്നുന്നു. സ്ത്രീകൾ പുരുഷന്മാരുടെ കേട്ടുണ്ട്. എന്തായാലും കൊള്ളാം. അപ്പോഴേ ഇതാണ് പാലം. നമ്മളങ്ങനെ ഈ പാലത്തിലേക്ക് കയറി നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ
ഈ പാലത്തേക്കൊക്കെ കയറി നടക്കുകയാണ് കേട്ടോ. സംഭവം താഴെ നിന്നപ്പോൾ ഞാൻ ചെറുതായിട്ട് ഓർത്തായിരുന്നു ഇതാണ് ഇത്ര വലിയ പാലം, ഇതിന് ചെറുതാണോ എന്നൊക്കെ. പക്ഷേ ഈ പാലത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ പാലത്തിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലായത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു റിവറും കൊള്ളാം. അത് സ്പ്ലിറ്റായിട്ട് 2 സൈഡിൽ നിന്നാണ് കേട്ടോ വരുന്നത്. നമുക്കിതിനെപ്പറ്റി കൂടുതലധികം ഒന്നും അറിയത്തില്ല, നമ്മളെ റെഫർ ചെയ്യാനും പോയില്ല. ബട്ട് എനിവേ സംഭവം അടിപൊളിയാണ് കേട്ടോ. കറക്റ്റ് നമ്മൾ വന്നൊരു ടൈമും കാലാവസ്ഥയും വളരെ അനുയോജ്യമാണ്. കണ്ടോ ഈ സൗണ്ട് കേട്ടോ, ഈ ഒരു ബ്രിഡ്ജ് അനങ്ങുന്നതാണ് കേട്ടോ. ഇത് ഫുള്ള് ഇരുമ്പയിലാണ് ഈ പാലം നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ പാലം, കണ്ടല്ലോ. കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. ഇത് ഇവിടുന്ന് സ്പ്ലിറ്റായിട്ട് റിവർ വരുന്നു. ഇവിടെയാണ് നമ്മൾ നേരത്തെ താഴെ കണ്ടില്ലേ പുറകിൽ നമ്മൾ പറഞ്ഞില്ലേ ആ ബോട്ടേ കയറി പോകാം, പിന്നെ മീൻ പിടിക്കുന്ന ചേട്ടന്മാർക്ക് അവിടെ ഇപ്പോൾ ഉണ്ട്. ഇതൊരു വഴിയാണ്. പിന്നെ അങ്ങോട്ടെല്ലാം ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ പോത്ത് ഉണ്ട്. പോത്ത് നമ്മളല്ലാതെ കുറേ കണ്ടു കേട്ടോ. കാരണം പോത്തുകളെ സംബന്ധിച്ച് അടിപൊളിയാണ്, വെള്ളവുമുണ്ട് പുല്ലുമുണ്ട് കഴിച്ച്. അതായത് നമ്മളെ അറിഞ്ഞിടത്തോളം നമ്മുടെ ഇടുക്കി ഡാമിൽ വെള്ളം നിറയുന്നതനുസരിച്ച് ആ വെള്ളം ഇങ്ങോട്ട് തള്ളപ്പെടുന്നതെന്നാണ് നമ്മൾ കേട്ടുള്ളത്. അങ്ങനെ ഇതാ നടന്നുകൊണ്ട് നമ്മൾ ഗൈസ് പാലത്തിൻ്റെ ഓൾമോസ്റ്റ് മറ്റൊരു എൻഡ് ആകാറായിട്ടുണ്ട്. അതായത് കണ്ടില്ലേ, അത്രയും ദൂരത്തിൽ നിന്ന് നടന്നാണ് നമ്മൾ ഇവിടം വരെ വന്നേക്കുന്നത്. കണ്ടില്ലേ, ഈ പാലം കിടന്ന് നല്ലോണം കുലുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെയാണ് ഈ ഒരു സൗണ്ട്. പിന്നെ ഹൈറ്റ് വെള്ളമൊക്കെ പേടിയുള്ളവർ സൂക്ഷിച്ചോണം. അപ്പം നമ്മൾ അതുപോലെ നല്ല ഹൈറ്റിൽ തന്നെ കേട്ടോ ഇത് മുകളിൽ കൂടെ നടക്കുന്നത്. അതങ്ങനെ നടന്ന് നമ്മൾ ഇപ്പുറത്തെ ഒരു എൻഡ് അടുത്തെത്തിയിരിക്കുകയാണ്. അവിടെ ചെറിയൊരു കൂൾ ബാറുണ്ട്. എനിവേ നൈസ്, ബ്യൂട്ടിഫുൾ. അതാ ഗൈസ് നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നു. അതായത് നമ്മൾ അപ്പുറത്തെ എൻഡിലാണ് നമ്മൾ വണ്ടി ഇട്ടത്. അവിടെ നടന്ന് ഇപ്പുറേ പാലം ഇറങ്ങി വന്ന് നമ്മളാ മീൻ പിടിക്കുന്ന ചേട്ടന്മാരെ കണ്ടില്ലേ, അവരുടെ ഇറക്കൊരു സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ കാര്യമായിട്ട് മീൻ പിടുത്തമൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഇടുക്കി ഡാമിൽ ഇങ്ങോട്ടേക്ക് തള്ളുന്ന വെള്ളമല്ലേ, ഡാമിലൊക്കെ വലിയ വലിയ മീനുകളുള്ളതല്ലേ, വരുന്നോ ചേർത്തോ അങ്ങനെ എന്തെങ്കിലും മീൻ കിട്ടുവാണെങ്കിൽ അതെ. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കുന്നവർക്ക് അടിപൊളിയായിട്ട് കണ്ടില്ലേ, ആ ഒരു മുള അതുപോലെ തന്നെ വെള്ളം എല്ലാം പൊളിയാണ്. പിന്നെ അതാ ഇത് കണ്ടോ, ക്ഷേത്രത്തിലേക്കുള്ള വഴി ഇത് തന്നെ കേട്ടോ. കാരണം ഇവിടെ ഒരു മെയിൻ അമ്പലമുണ്ട്, നമുക്കതിനെപ്പറ്റി അധികം അറിയില്ല. അപ്പോൾ ഇവരാണ് മീൻ പിടിക്കുന്ന ഏരിയ. ഇതൊരു മെയിൻ മീൻ പിടുത്ത സ്പോട്ടാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ നല്ല മീനിൻ്റെ ചെതുമ്പല് ഉളുമ്പിൻ്റെയൊക്കെ മണമുണ്ട് അല്ലടാ. പിന്നെ നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു ബോട്ട് സർവീസ്, അവരാണ് ഈ ബോട്ടിങ്. ആ പാറത്തോട് ഇത് ബോട്ടിങ് എത്ര ഏട്ടാ? ആ എങ്ങനെ എത്ര നേരമാ? ആ ആ ആ ആ ഇതിലേ മാത്രം ആണല്ലേ. അപ്പോൾ ഗൈസ് നമ്മളിത് ഈ ഒരു പാലത്തിൽ നിന്ന് മറ്റേ എൻഡ് വരെ വന്ന് നേരത്തെ കണ്ട ആ ബോട്ടിങ് മീൻപിടുത്തക്കാരെ എല്ലാവരെയും കണ്ട് തിരിച്ചിനി അപ്പുറത്തെ സൈഡിലേക്ക് നടക്കുകയാണ്. ആ മീൻപിടുത്തക്കാർ ഉദ്ദേശിച്ച വലിയ മീനൊന്നുമില്ല കേട്ടോ. ഈ തീരെ ചെറിയ പൊടി മീനുകളെ ഉള്ളായിരുന്നു, വലയിലൊക്കെ കിട്ടിയതുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബോട്ടിങ്ങിൻ്റെ റേറ്റ് നമ്മൾ ചോദിച്ചു കേട്ടോ. 2 പാക്കേജായിട്ടാണ് പറഞ്ഞത്, 600ഉം 800ഉം. ഒരു വള്ളത്തിൽ 8 പേർക്ക് പോകാമെന്നാണ് പറഞ്ഞത്. 600ഉം 400ഉം അല്ലേ? 8 പേർക്ക് പോകും. അപ്പം ഓൾമോസ്റ്റ് 50 രൂപയ്ക്ക് ഒരാൾക്ക് വരുന്നുള്ളൂ. 600ൻ്റെ ആണെങ്കിൽ ക്ഷേത്രം കൊണ്ട് കാണിക്കുമെന്നാണ് പറഞ്ഞത്, അതൊരു 40 മിനിറ്റും. പിന്നെ 400ൻ്റെ ആണെങ്കിൽ ഒരു 20 മിനിറ്റും പോകാമെന്നാണ് പറഞ്ഞത്. അപ്പം ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വള്ളത്തിലുള്ള ട്രിപ്പ് കൂടെ നോക്കാവുന്നതാണ്. ഞാൻ കണ്ടില്ലേ ഇവിടെ ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ട്, നല്ല സ്ഥലമായിട്ടും. അങ്ങനെ നമ്മൾ പിന്നെയും തിരിച്ചു വന്ന് ഈ പാലത്തെ കയറിയിരിക്കുകയാണ്. എഗെയിൻ പാലം കുലുങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ ആ മീൻപിടുത്തക്കാരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞത് സംഭവം ഇപ്പോൾ നിലവിൽ ചെറിയ മീനുകളെ കിട്ടുന്നുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ചെയ്യാനുള്ള ഏരിയയിൽ വൈകിട്ടൊക്കെ മീൻ പിടിക്കാൻ പോകുമ്പോൾ ഇവർ
അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാട്ടിലും നല്ല വലിപ്പമുള്ള മീനിനെ കിട്ടിയിട്ടുണ്ട്. റീസെൻ്റ്ലി വരെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. സംഭവം ഇതിനാണെങ്കിലും നല്ല ഹൈറ്റ് ആയിട്ടോ. അതായത് ഈ ഒരു പാലം പിടിച്ചു നിർത്തിയിരിക്കുന്ന ഈ ഒരു സ്ട്രിങ്, ഈ ഒരു കമ്പിക്ക് തന്നെ നല്ല ഇതുണ്ട്. അതുപോലെ തന്നെ ഇതാ താഴേക്ക് ഇവിടുന്ന് ആരും നോക്കാതിരിക്കുന്നതാണോ നല്ലത്. ചെറുതായിട്ട് തലകറക്കൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ട് വരും. കാരണം നല്ല താഴ്ചയുണ്ട്. നമ്മളെ താഴെ നിന്ന് ഈ പാലത്തിലൊക്കെ നോക്കിയപ്പോൾ തോന്നിയില്ലെന്നേ ഉള്ളൂ. സംഭവം നമ്മൾ നല്ല ഹൈറ്റിലാട്ടോ നിൽക്കുന്നത്. പിന്നെ തലകറക്കം ഉള്ളവരൊക്കെ സൂക്ഷിക്കുക. പലരും പേടിച്ചൊക്കെയാണ് നടക്കുന്നത്. നമ്മളൊരു ബാലൻസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, ഇപ്പം ഈവനിങ് ആയപ്പം 2-3 ഫാമിലീസൊക്കെ വരാൻ തുടങ്ങി. പിന്നെ നമ്മൾ വന്നപ്പോൾ കുറച്ച് പേര് പോകുന്നത് കണ്ടു. എല്ലാവരും പാലത്തെ പേടിച്ച് പോകുന്നതിനെ പറ്റിയാട്ടോ പറയുന്നത്. പക്ഷേ അങ്ങനെ സീനൊന്നുമില്ല കേട്ടോ. സംഭവം സേഫാണ്. പിന്നെ ചെറിയ റെസ്റ്റൊക്കെ ഉണ്ട്. ഇത് പെയിൻറ്റ് പെയ്ഡാകുന്ന അല്ല, വേറെ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. നമ്മളിത് പലതവണ കേട്ടോണ്ടല്ലേ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ നിങ്ങളും മസ്റ്റായിട്ട് ഒന്ന് ഈ ഏരിയ പോകുമ്പോഴോ അല്ല, ഈ ഏരിയ പോകുമ്പോഴില്ല, ഇവിടെ വന്ന ഇഷ്ടം പോലെ ഇടുക്കി ഡാമിലേക്ക് പോകാം. പിന്നെ അതുപോലെ തന്നെ അഞ്ചുരുളി തൊട്ടടുത്താണ്. അതൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അഞ്ചുരുളി നമുക്ക് വഴിയെ കാണിക്കാം. ഈ ഒരു സംഭവം മീനോ നമ്മുടെ ബ്രിഡ്ജ്, ആ ഒരു വെള്ളം, അത് നമ്മൾ ഈ ദൂരെ നോക്കുമ്പം ചെറുതായിട്ട് തോന്നി, പക്ഷേ അങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോഴേ അത്യാവശ്യം. അപ്പം ഇനിയും നമ്മൾ ഇതുപോലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെച്ചു. പിന്നെ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മളെക്കൊണ്ട് പറ്റുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു, നമുക്കതും റെഡിയാക്കാം. അപ്പോൾ അണ്ടിൽ ദെൻ ബൈ.